ഓണം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരാഘോഷമാണല്ലോ. പ്രധാനമായും മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന ആ കള്ളവും ചതിവുമില്ലാതെയിരുന്ന നല്ല കാലത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ശ്രദ്ധ ആഘോഷങ്ങൾക്കും ഓണം കോർ കമ്മിറ്റിയുമായി സഹകരിച്ച നമ്മളുടെ കലപില ലേഡീസ് ഗ്യാങ്ങിന് ഒരു പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ കഥ നടക്കുന്നത് അങ്ങ് ദുബായിലോ പാവയ്ക്ക പോലെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലോ അല്ല. മലയാളികൾ ആമോദത്തോടെ സൗഹാർദ്ദത്തോടെ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ സ്വന്തം കോൺകോഡിലാണ്. കോൺകോഡിലെ ഈദ് സെലിബ്രേഷൻ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമുള്ള ഒരു സായാഹ്നത്തിലെ സൗഹൃദ സംഭാഷണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക്: ഇതൊരു നടന്ന സംഭവകഥയാണ്. എങ്കിൽ പോലും ഇതിന് ജീവിച്ചിരിക്കുന്നവരോ അല്ലാത്തവരോ ആരുമായും ഒരു സാദൃശ്യവുമില്ല. പിന്നെ പ്രോഗ്രാം കഴിയുമ്പോൾ ആരും ഞങ്ങളുടെ പിതാമഹന്മാരെ അനുസ്മരിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിതാ തുടങ്ങുകയാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ചെരുപ്പുകളും തക്കാളിയും വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളും വാരിക്കൂട്ടിയ കോൺകോഡിലെ ആൺപിള്ളേർ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. മാവേലിയും കോൺകോഡും പിന്നെ കോർ കമ്മിറ്റിയും. അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് എത്തിയല്ലേ. ആറാട്ടിലും പ്രസ്റ്റീജിലും ശ്രീരാമിലും ഒക്കെ ഓണാഘോഷ പ്ലാനിങ് തുടങ്ങി. അപ്പോൾ നമുക്കും തുടങ്ങണമല്ലോ. ഷാനിയാസേ, എന്താ ഒരു ആലോചന? അല്ല, ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണത്തെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. എല്ലാ പരിപാടികളും എന്നാ കളറായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ആ ഡാൻസ്. അതെ പറഞ്ഞ പോലെ ഈ വർഷത്തെ ഓണം ഇങ്ങ് എത്തിയല്ലോ. നമുക്കൊരു കമ്മിറ്റിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ? എന്താ കേസ് ഒരു സ്വകാര്യം? അല്ല, നമ്മുടെ ഈ വർഷത്തെ ഓണം സെലിബ്രേഷനെ കുറിച്ച് പറയുകയായിരുന്നു. നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടാക്കണ്ടേ? ഈദ് സെലിബ്രേഷന്റെ ബിരിയാണി ഇതുവരെ ദഹിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോരെ അടുത്ത പ്ലാനിങ്? അതല്ല, ഇപ്പോഴേ തുടങ്ങിയാലേ ആ ടൈം ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവുള്ളൂ. മറ്റുള്ളവരൊക്കെ തുടങ്ങിയെന്നേ. ഓണം കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് ഈദ് കഴിഞ്ഞ് പിന്നെ ഓണം. ചുരുക്കി പറഞ്ഞ കോർ കമ്മിറ്റിക്ക് 360 ദിവസം പരിപാടിയാണ്. അതെ, വിശേഷം ഏതായാലും പണി കോർ കമ്മിറ്റിക്ക് തന്നെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അങ്ങ് അയക്കാം. റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ദൈവമേ, ഇവരൊക്കെ ഈ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു തോന്നുന്നു. അന്യ റെസ്പോൺസ് ആണല്ലോ. അപ്പൊ എല്ലാവരും റെഡിയാണ്. നമുക്കിനി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ ഇടയിൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. എല്ലാവരും ഈ സാറ്റർഡേ മീറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവട്ടെ. അപ്പൊ നമുക്ക് സാറ്റർഡേ കാണാം. ഓക്കെ, ബൈ. ഇന്ന് ശനിയാഴ്ച പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കേണ്ടുന്ന ദിവസം. ഇവന്മാരിനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഒമ്പത് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ ജോർജ്. ഹിമാരൊക്കെ എവിടെ പോയിരിക്കുകയാണോ? ഒരു മെസ്സേജ് ചെയ്ത് നോക്കാം. സാബുവിന്റെ ശ്രീനാഥിന്റെ വോയിസ് മെസ്സേജ് വന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. ഇതൊക്കെ പറയാൻ വരട്ടെ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അതെ, എനിക്കിപ്പോൾ ഒരു റിലീസ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ സ്റ്റക്കാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. വേസ്റ്റ്. ശ്രീനാഥിന്റെ മെസ്സേജ് എന്താണാവോ? അതെ, ഞാനിവിടെ കളരിയാശാന്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. കുറച്ച് ലേറ്റാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ? എന്ത് നല്ല ആത്മാർത്ഥതയാ. അപ്പോ 2 പേര് വരില്ലെന്ന് ഉറപ്പായി. രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ എത്തി. എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? അതെ, എനിക്കൊരു സജഷൻ ഉണ്ട്. എല്ലാ വർഷവും അതേ ചെണ്ടമേളം, അതേ പ്രൊസഷൻ. ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ശരിയാ,
ശ്രീയുടെ ക്യാമറ കാണുമ്പോൾ പെണ്ണുങ്ങൾ മൊത്തം പുള്ളിയുടെ പുറകെ അങ്ങ് പോകും. അവരുടെ വഴിക്ക്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീയുടെ അടിപൊളി ക്യാമറ ആംഗിൾസും പിന്നെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റീസും എല്ലാം കണ്ടാൽ അവർ ഒരുങ്ങി വരുന്നത് തന്നെ പുള്ളിയുടെ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അത് പോട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാക്കിങ്ങിന് പോയപ്പം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ഇവന്റ് എല്ലാം ഒന്ന് ഒഴിപ്പിക്കണം, കുറച്ചുകൂടി അങ്ങോട്ട് ഗ്രാൻഡ് ആക്കണമെന്നേ. അതെന്തൊക്കെയാ? സാധാരണ നമ്മൾ കൾച്ചറൽ ഇവൻസിന്റെ ഭാഗമായിട്ടാണല്ലോ ലേഡീസിന്റെ തിരുവാതിര. പക്ഷെ ഇത്തവണ നമ്മളത് പുറത്ത് കോൺകോർഡിന്റെ ഗ്രൗണ്ടിൽ കളിക്കുന്നു. അതെ, 60 തരുണീമണികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിര. മതി, അത് കൊള്ളാം. പിന്നെ അതിൻ്റെ കൂടെ ശിങ്കാരി മേളം, കളരിപ്പയറ്റ്, വടംവലി, പുലികളി, വർണ്ണശബളമായ താലപ്പൊലി, എന്തിനു പറയണം. 2 ദിവസമാണ് ഇത്തവണ പ്രോഗ്രാംസ്. അത് കലക്കി, ഇത് പൊളിക്കും. പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിന് നമ്മുടെ വിശാല മനസ്കരായ കോൺകോഡിലെ മലയാളികളും പിന്നെ നമ്മുടെ നോൺ മലയാളി സഹോദരങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നല്ല, ശ്രീനാഥാണല്ലോ സ്പീക്കറിലിടാം. ഹലോ, അതെ, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഫൈനലൈസ് ചെയ്തു. ഏകദേശമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കിടിലൻ ഐഡിയ പറയട്ടെ. നമുക്ക് ഇപ്രാവശ്യം ഒരു ആനയെ കൊണ്ടുവന്നാലോ? കൊമ്പനാന ഒന്നും വേണ്ട, കിടിയാന ആയാലും മതി. സംഭവം പൊളിക്കും. ആനയെ കൊണ്ടുവന്നിട്ട് നമുക്ക് കോൺകോണിന്റെ ചുറ്റും 2 റൗണ്ട് നടത്താം. പിന്നെ എല്ലാവർക്കും സെൽഫി എടുക്കാലോ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു കിടിലൻ ഐറ്റമാണ്. സാറിപ്പം ശരിക്കും എവിടെയാ? ഞാനേ ആശാന്റെ കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വന്നിരിക്കുക. എത്രണ്ണം അടിച്ചിട്ടുണ്ട്? 4-5 എണ്ണം വരെ എണ്ണി. പിന്നെ എണ്ണി തുടങ്ങിയപ്പോ കണക്കായിട്ട്. തോന്നി. സാർ ആദ്യം വീട്ടിൽ ചെല്ലാൻ നോക്ക്. ആനയും കരടിയും ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആനയെ ഇവിടെ മനുഷ്യൻ നടക്കാൻ സ്ഥലമില്ല ഇതിനകത്ത്, അപ്പോഴാണ് ഒരാന. പിന്നെ വേറൊരു കാര്യം, സാധാരണ ഓണത്തിന് നമുക്ക് ബോയ്സിന്റെ ഗ്രൂപ്പ് സോങ് ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ നമുക്കൊരു ഗ്രൂപ്പ് സോങ് വേണം. ആയിക്കോട്ടെ, പാട്ട് സെലക്ട് ചെയ്തു, നമുക്ക് നോക്കാം. അപ്പോൾ സദ്യയുടെയും പിന്നെ മാവിലയുടെ ഒക്കെ കാര്യം എങ്ങനെയാ? സദ്യ നമുക്ക് വില്ലേജിലോ തലശ്ശേരിയിലോ ഏൽപ്പിക്കാം. പക്ഷെ മാവേലി, സൂരജിനെ മാവേലി ആക്കാം. നമുക്ക് മാവേലൊന്നും പറ്റില്ല, ഓൺലി അറബി. ഓർമ്മയില്ലേ? ഒരു കാര്യം ചെയ്യാം, മാവേലിയെ നമുക്ക് പുറത്തുനിന്ന് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഫിക്സ് ആയ സ്ഥിതിക്ക് ഡൊണേഷൻ ഡ്രൈവും കൾച്ചറൽ പ്രോഗ്രാം ഡിസ്കഷനൊക്കെ തുടങ്ങല്ലേ? അങ്ങനെ ഉത്സവത്തിന് കൊടി കയറി മക്കളെ. ഇനി പോട്ടി പൂരമായിരിക്കും. എല്ലാരും അടിച്ച് കയറി വാ. ഈ പുള്ളി വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? കമ്മിറ്റിയുടെ ഫിനാൻസ് മാനേജർ രഞ്ജിത്തെ? നിൽക്കാൻ സമയമില്ല, വിളിക്കണ്ട. അക്കൗണ്ട്സ് ഒക്കെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുക. ഇതിന് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ ഗ്രാൻഡ് പ്രോഗ്രാം അല്ലേ, ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്ന ഒരു ടെൻഷനാണ്. ആ സൂരജൊക്കെ പോയി എന്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു ടെൻഷനും വേണ്ട. പ്രോഗ്രാമിന് ഡൊണേഷൻ തരാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ സദ്യ കൂപ്പൺ എന്തായാലും ചെലവായിക്കോളും. നല്ല ഡിമാൻഡാണ്. നമ്മുടെ റോക്കി ബൈ ആരാ? 5 മാത്രം മതി മുഴുവൻ കൂപ്പൺ സെല്ല് ചെയ്യാൻ. ബാക്കിയുള്ളവർക്ക് വിൽക്കാൻ കിട്ടുമോ? എല്ലാരും ഗ്രൂപ്പ്സ് നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. നമുക്ക് ഓപ്പണിംഗ് സോങ് തന്നെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു ഐറ്റം വേണം. ഒരു ഉഗ്രം പാട്ട് എൻ്റെ കയ്യിലുണ്ട്. ഏതാ? ഒന്ന് പാടിയേ. ഇതാ പിടിച്ചോ. 5 ശരങ്ങളും പോരാതെ
അതൊന്നും പോരാ, നമുക്ക് മമ്മൂക്കയുടെ ഒരു റൊമാൻറ്റിക് സോങ്ങിൽ തുടങ്ങാം. ഹിന്ദു ലേഖ കൺ തുറന്നു. അയ്യോ ദാരിദ്ര്യം. ദേ ഇതൊന്ന് കേട്ടു നോക്കിയേ. അനുരാഗിണി ഇതായ ഒന്ന് നിർത്തുവോ? ഒരു രാഗിണി ഇപ്പൊ കണ്ടോ? ദീപം കയ്യിൽ സന്ധ്യാദീപം. ഇതിന്റെ സന്ധ്യക്ക് വിളക്കത്തിക്കാൻ പോവാണ്. നമുക്ക് ഇന്ത്യയിൽ പിടിക്കാം. ദിൽ നാ ലിയാ, ദിൽ നാ ദിയാ, തോ ബോലോ നാ ബോലോ. മതി 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 മതി. അതെ, ഒരു തമിഴ് പാട്ടില്ല, അതൊന്നും ശരിയാവില്ല. ഇത് നോക്കിയേ. ആ എട്ടിൽ പിടിക്കാം. ആശയാസയിപ്പോഴുത് എന്നാശയിപ്പോ. ഓഹോ, അങ്ങനെയാണ് തെലുങ്കിനെന്താ പ്രശ്നം? പിടിച്ചോ. സാമി നാ സാമി നാ ഹൂ. നിർത്ത്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ? ഫാമിലിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഇങ്ങനെയുള്ള പാട്ടൊക്കെയാണ് പാടുന്നത്. സാമി, ഇന്ദുലേഖ, പിന്നെന്താണ് അനുരാഗിണി. ഈ പാട്ട് വെച്ച് പാടിയാൽ മതി. കഞ്ചന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി. വിട്ടോ ഈ ടെറിട്ടറി വിട്ടോ. ചേട്ടാ, എന്ത് കഷ്ടവും നോക്കി. അവിടെ 100 കൂട്ടം പരിപാടികൾ കിടക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരുടെ പേരിൽ പാട്ടുണ്ടാക്കി കളിച്ചോണ്ടിരിക്കണം. ഇവന്മാരുടെ ഭാര്യമാരുടെ പേരിൽ പാട്ടൊന്നും ഇല്ലാത്തതിന്റെ അസൂയ. സാബുണ്ടോ? റിലീസൊക്കെ കഴിഞ്ഞോ? അങ്ങനെയല്ല, മാനേജർ ഏത് നിമിഷം വിളിക്കും. പിന്നെ എനിക്ക് ഇത്തവണ ഉണ്ടല്ലോ ഒരു ഡാൻസ് കളിക്കണം. അത് വേണോ? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? സംഭവം പൊളപ്പൻ ഡാൻസാണ്. ഞാൻ ഓൾറെഡി 2-3 സ്റ്റേജിൽ ഇപ്പം കളിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവർ ഇനി മേലിൽ അല്ലല്ല ഇനിയും വരണമെന്നും കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കും സാബു. ഈ സ്റ്റെപ്പ് തന്നെയല്ലേ കഴിഞ്ഞ തവണ കാണിച്ചത്? അതെ, പാട്ട് മാത്രം മാറി. അല്ല, നിങ്ങളെ സ്റ്റെപ്പ് ശ്രദ്ധിക്കാനായിട്ടാണ്. ഇത് നോക്കിയേ. സാബുവിന്റെ പ്രോഗ്രാം ഫിക്സ്. അയ്യോ, മാനേജർ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് പോരാട്ടോ. അതെ, നമ്മുടെ ആനയുടെ കാര്യം എന്തായി? എന്റെ പൊന്ന് ശ്രീനാഥ്, ഈ ആന വല്ലോ ഇടഞ്ഞ എന്തോ ചെയ്യും? എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഒരു മയക്കുവെടിക്കാരനെ നമുക്ക് റെഡിയാക്കി നിർത്തിയാൽ പോരെ? അപ്പൊ ഈ ആന പിണ്ടം ഒന്നും ഇടൂലേ? അതിന് കോർ കമ്മിറ്റി മെമ്പേഴ്സിലെ 2 പേർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ പോരെ? അതിലൊരാൾ നിങ്ങളായിരിക്കുമല്ലോ അല്ലേ? പറ്റില്ല, എനിക്ക് കളരി മാത്രമേ വശമുള്ളൂ. ആ, ബാക്കിയുള്ളവർക്കൊക്കെ പിണ്ടം മാറാൻ PhD എടുത്തേക്കുമല്ലേ. ഒന്ന് പോയേ. അതെ, പിണ്ടം വരാൻ നമുക്ക് നാട്ടിൽ നിന്ന് ആളിറക്കിയാലോ? ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ, ഇനി സമയങ്ങളായ നമുക്ക് ഡൊണേഷൻ ഡ്രൈവിന് പോവാം. അല്ല, നമ്മളിപ്പോൾ എവിടെയാണ് പോണേ? ഇവിടെ എനിക്കറിയാവുന്ന ഒരു അങ്കിൾ ആൻറ്റി ഉണ്ട്. അവരുടെ മകളുടെ കൂടെയാണ് അവർ താമസം. എന്നെ വലിയ കാര്യമാണ്. നമുക്ക് അവരുടെ ഫ്ലാറ്റിലൊന്ന് പോയി നോക്കാം. നല്ല ഡൊണേഷനും കിട്ടും. എന്നാ പാപ്പോ? ഇത് ഞങ്ങളാ ആൻറ്റി, ഓണം കമ്മിറ്റിക്കാരാ. അങ്കിളില്ലേ? എന്താ റിയാസേ, കിട്ടിയോ? നല്ലോണം കിട്ടി. എന്നാ കിട്ടിയത് നമ്മുടെ ആ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടേരെ, എല്ലാവരും അറിയട്ടെ. എല്ലാവരും അറിയിക്കുന്നുണ്ട്. നിങ്ങളെവിടെ പോവാം? നമ്മുടെ ലാസ്റ്റ് ബിൽഡിങ്ങിലെ 16th ഫ്ലോറിൽ ഒരു ഫ്ലാറ്റ് മാത്രമേ ആളുള്ളൂ. ആ പരിസരത്തൊന്നും അങ്ങനെ ആരും പോകാറില്ല. പിന്നെ അവർക്ക് ആരുമായിട്ട് വലിയ കോണ്ടാക്റ്റും ഇല്ല. ഞാനവിടെ പോവുകയും ചെയ്യും, ഡൊണേഷൻ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, എന്നാൽ വേഗം ആയിക്കോട്ടെ. ഇവിടെ ആകെ ഒരു ശ്മശാന മുഖതാണല്ലോ ഷാനിയാസെ. എന്തായാലും ബെല്ലടിച്ച് നോക്കാം. ആര് പടിപ്പര കടന്നാലും ഞാൻ അറിയും. ഇവിടെ CCTV ഒന്നും കാണണല്ലോ. ആരാന്നാ ചോദിച്ചേ? ഞങ്ങൾ ഓണം കമ്മിറ്റി മെമ്പേഴ്സാ ചേട്ടാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം.
എന്റെ മനക്കിലേക്ക് സ്വാഗതം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓണാഘോഷത്തിന്റെ പിരിവിനും പിന്നെ സദ്യ കൂപ്പൺ തരാനും ഒക്കെ ആയിട്ട് വന്നതാ. ഓ, ചോദ്യോത്തരമൊക്കെ പിന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു പാട്ട് പാടുക. മാണിക്കിഴരുതും പാടുവോ? പുള്ളിയുടെ പാട്ടൊന്നും അറിയില്ല, വേണേൽ വേറൊരെണ്ണം പാടാം. കേൾക്കട്ടെ. ഷാനേസ്, നമ്മൾ പാട്ട് പാടാൻ വന്നാണോ? ഏതോ പ്രമാണിയാണെന്ന് തോന്നുന്നു. പാട്ട് പാടിയാൽ എന്താ, നല്ലൊരു എമൗണ്ട് ഇഞ്ഞു പോരും. പാടുക. కోక 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 కడిదే కొరగొరమండు చూస్తారు, పొట్టి పొట్టి గానే వస్తే పట్టి పట్టి చూస్తారు. ఓ అందమా మామ, ఓ అందవా మామ. താനിങ്ങടെ കയറി വരിക. ദൈവമേ, ഇതേത് പ്രേതങ്ങളുടെ പനിയാണ് കേട്ടോ. ഷാനിയാസിന്റെ പാട്ടിട്ട് എല്ലാം കൂടി ഇളകിന്ന് തോന്നണേ. എന്റെ അമ്മേ, പേടിക്കണ്ട, ഓടിക്കോ. അങ്ങനെ ആഘോഷങ്ങളുടെ ആ സുദിനം വന്നെത്തി. പക്ഷേ ഇവന്മാരുടെ ഈ കോപ്രായങ്ങളെല്ലാം കണ്ടുകൊണ്ട് അങ്ങ് പാതാളത്തിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. വേറെ ആര്? നമ്മളുടെ സ്വന്തം മഹാബലി തമ്പുരാൻ. നമുക്ക് പാതാളത്തിലേക്കൊന്ന് പോയി വന്നാലോ? എന്ത്? അല്ല, അങ്ങ് കുണ്ടിതപ്പെട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചതാ. ആ കോൺകോഡിലേക്ക് ഒന്ന് നോക്കുക. പുരുഷജനങ്ങളും സ്ത്രീജനങ്ങളും ആത്മാർത്ഥമായി നമ്മെ വരവേൽക്കാൻ മത്സരിക്കുക. എന്തെല്ലാം കഷ്ടപ്പാടുകളാ അവർ സഹിക്കണേ. അവിടെ പോവാതെ എങ്ങനെയാ? ആകെ 5 സ്ഥലത്ത് പോകാനുള്ള ടൈമേ ഉള്ളൂ. ഇത്തവണ കോൺകോഡിലേക്ക് തന്നെ പോവാൻ നാം തീരുമാനിച്ചിരിക്കണോ? തിരുമേനി, പറയുന്നത് അങ്ങോട്ട് കേൾക്ക. എന്നിട്ട് നമുക്ക് പോവാനുള്ള ശകടം വേഗം കൊണ്ടുവരിക. അടിയൻ. എന്നാ ശങ്കരൻ ഇനി അങ്ങോട്ട് പൊക്കോളാം. നമ്മെ വരവേൽക്കാൻ പടിവാതിൽ ആരെയും കാണില്ലല്ലോ. അകത്ത് കയറി നോക്കുക തന്നെ. 2 കൊശവന്മാർ അവിടെ എന്തോ കുശൂഷിക്കുന്നുണ്ടല്ലോ. അവരോട് ചോദിച്ചു കളയാം. നോം വന്നുട്ടോ. നമ്മെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നോം മാവേലി തമ്പുരാൻ. അതെ, അവിടെ ഇഡ്ഡലിയും ചായയും കൊടുക്കുന്നുണ്ട്. പോയി കഴിച്ചിട്ട് ആ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നോളൂ. സമയമാകുമ്പോൾ വിളിക്കാം. ഇവറ്റകൾക്കൊന്നും നമ്മെ ഒരു ബഹുമാനം ഇല്ലാതായിരിക്കണോ. അവിടെ പോയി നിൽക്കാം തൽക്കാലം. പ്രൊസഷൻ വരുന്നുണ്ട്. മാവേലി, ഓ അപ്പൊ ഇനി മാവേലിയുടെ സെൽഫി എടുക്കാനുള്ളവർക്ക് വരാട്ടോ. അപ്പൊ ഇനി നമ്മുടെ കൾച്ചർ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും റെഡിയല്ലേ? പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ. പരിപാടിയൊക്കെ കലക്കി. നമുക്ക് 2 അടിച്ചിട്ട് ഇതൊന്ന് ആഘോഷിക്കും. നമ്മുടെ മാവേലിയെ വിളിക്കാം. മാവേലി, അങ്ങോട്ട് പോന്ത. മാവേലി, ഇതാണ് സോമരസം. ഒരു മിനിറ്റ്. മാവേലി കോളിംഗ്. മാവേലി ഇവിടെ ഉണ്ടല്ലോ. ഹലോ, ഷാനെ സാറല്ലേ? സാറേ, ഞാൻ ബിബീഷ്. നിങ്ങൾ ബുക്ക് ചെയ്ത് മാവേലിയാ സാറേ. ഇന്ന് വരാൻ പറ്റിയില്ല. ഫുഡ് പോയ്സൺ അടിച്ച് കിടന്നു പോയി സാറേ. ഒന്ന് ക്ഷമിക്കണം സാറേ. എടാ മണ്ടം കൊണാപ്പികളെ, ഈ ഇരിക്കണ നമ്മുടെ പ്രജകൾക്ക് ഏവർക്കും മനസ്സിലായിട്ടും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല.
ഞാനാടോ ഒറിജിനൽ മാവേലി ഫ്രം പാതാളം. സ്കിറ്റ് കഴിഞ്ഞല്ലോ, പിന്നെ ആരെയും വിളിക്കുന്നത്? അഞ്ചു ആണല്ലോ. അതെ, ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷന്റെ കോർ കമ്മിറ്റി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? കോൺകോഡിലെ മലയാളി അസോസിയേഷന്റെ ആഘോഷങ്ങൾ ഇവിടെ എങ്ങും അവസാനിക്കുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിനി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്കും തിരക്കുകളിലേക്കും നീങ്ങുകയാണ്. ഏതായാലും ഒറിജിനൽ മാവേലിയെ കിട്ടിയതല്ലേ, ഇനിയും ക്രിസ്മസ് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. കാരണം മാവേലിയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ സാന്റ. അതെ, ക്രിസ്മസിനെങ്കിലും നമുക്ക് ആനയെ കൊണ്ടുവരാൻ പറ്റുമോ? പറഞ്ഞാലും പേര് പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് ഒന്നല്ല, ഓർമ്മയിൽ വെച്ചത് ഒന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പറ്റി നിൽക്കാത്തവരാരുണ്ട്, വെട്ടി വീഴാത്തവരാരുണ്ട്. അരങ്ങിൽ കഥാപാത്രങ്ങളായി പരകായ പ്രവേശനം നടത്തി അഭിനയത്തെക്കാളുപരി കഥാപാത്രങ്ങളായി ജീവിച്ചു കാണിച്ച ഈ കലാപ്രതിഭകളെ നിങ്ങളുടെ മുൻപിൽ സവിനയം പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. അജിത് തകഴി, ജോർജ് വാഴക്കുളം, രഞ്ജിത്ത് തൃക്കൊടിത്താനം, സാബു തുരുത്തുശ്ശേരി, ഷനിയാസ് വള്ളിക്കുന്നം, സൂരജ് പയ്യന്നൂർ, ശ്രീനാഥ് ചെമ്പൂർക്കാവ്, ശ്രീവത്സം നായരമ്പലം, ശ്രീരാജ് ചെറുകുന്ന്, വിപിൻ കുമാരനല്ലൂർ, വിനു ആൻഡ് അനിരുദ്ധ് ആനക്കൊട്ടിൽ, അനിഷ് ഐരൂർ. ഏതൊരു നാടകത്തിൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ കഥയും സംഭാഷണങ്ങളുമാണ്. ഈ നാടകത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട റിയാസ് ആലുവ. സഹസംവിധാനം അനീഷ് ഐരൂർ. സാങ്കേതിക സഹായം നാരായൺ വഞ്ചിയൂർ.